എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, സലിംകുമാറേട്ടൻ നമ്മുടെയൊക്കെ മനസ്സിൽ ചിരിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ്. ഈയിടെ ബഡ്ജറ്റിൽ ആ മനുഷ്യന് വേണ്ടി സ്മാരകം പണിയുവാൻ 1 കോടി രൂപ നീക്കി വെച്ചതായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഞാൻ സർക്കാരിനോട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഉള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ മാത്രമല്ല, മലയാളികൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം സലീമേട്ടൻ എന്ന് വെച്ചാൽ ഒരുപാട് കരുണയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേരിൽ ഒരു സ്മാരകമല്ല വേണ്ടത്, മറിച്ച് ആ 1 കോടി രൂപ മുടക്കി പഠനം മുട്ടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാനോ, ഇല്ലെങ്കിൽ ഭവനമില്ലാത്ത ആൾക്കാർക്ക് സലീമേട്ടൻ്റെ പേരിൽ തന്നെ വീട് വെച്ച് നൽകുവാനോ സർക്കാർ തയ്യാറാവണം. അതാണ് യഥാർത്ഥ ശരി. അല്ലാത്ത പക്ഷം സലീംകുമാറിന് വേണ്ടി ഒരു സ്മാരകം പണിതാൽ ആ സ്മാരകം എല്ലാവരും വന്ന് കാണും, സലീമേട്ടനെ ഓർക്കും, ഇല്ലെന്നല്ല. മറിച്ച് ജനഹൃദയങ്ങളിൽ ഇനിയും സ്ഥാനം കൂടുകയുള്ളൂ നമ്മുടെ സർക്കാരിനും സലീമേട്ടനും. സലീംകുമാറേട്ടൻ അതാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അത് സർക്കാർ മനസ്സിലാക്കുക. കാരണം അസുഖം ബാധിച്ചിരുന്ന സമയത്ത് പോലും ഓരോ സാധാരണക്കാരൻ്റെ അടുത്തും ചെന്നൊരു മനുഷ്യനാണ് സലീമേട്ടൻ. ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു മേക്കപ്പും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന ആളാണ് സലീമേട്ടൻ. സലീമേട്ടൻ്റെ ചിരി ഒരിക്കലും മരിക്കാത്ത ചിരിയാണ് സലീമേട്ടൻ നമുക്ക് തന്നിട്ട് പോയത്. ഇപ്പോഴും TV-യിൽ, സിനിമയിൽ സലീമേട്ടൻ ഇല്ലാത്ത സിനിമ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഓർമ്മയിലുണ്ടാവും സലീമേട്ടൻ, പക്ഷേ അതിനൊന്നുകൂടി ഊർജം പകരുന്ന ഒരു തീരുമാനമാണ് ആയിരിക്കണം. അതാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊന്നേ പഠന സഹായം, ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ മുന്നോട്ട് സർക്കാർ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ രോഗികളായി നിൽക്കുന്ന ആൾക്കാർക്ക്, രോഗികളായി വയ്യാത്തവർക്ക് സലീമേട്ടൻ്റെ പേരിൽ ഈ ഫണ്ട് ഒരു 3-4 പേർക്കായിട്ട് കൊടുക്കുക. ഇല്ലാത്ത പക്ഷം ഒരു 10 വീട് 20 വീടെങ്കിലും വെച്ച് നൽകാനുണ്ടല്ലോ 1 കോടി. അതായിട്ട് വിനിയോഗിക്കുക. അല്ലെങ്കിൽ സലീമേട്ടൻ്റെ ഒരു കോളനി പോലെ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോലെ രൂപീകരിച്ച് എല്ലാവർക്കും അത് കൈമാറാൻ, സാധാരണക്കാർക്ക് അത് കൈമാറാൻ തയ്യാറാവണം. അല്ലാതെ സ്മാരകം പണിത് അത് പിന്നെ മുഷിഞ്ഞു കിടന്ന് ആ സ്മാരകത്തെ തൂക്കാനും തുടയ്ക്കാനും ആരുമില്ലാതെ ഒരു 5, 6, 10, 12 വർഷം കഴിയുമ്പം നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്ന, ഇപ്പോൾ LDF സർക്കാരാട്ടെ UDF സർക്കാരാട്ടെ, ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് പാതി വഴി നിലച്ചു പോയിട്ട് അവിടെ കിടക്കുകയാണ്. കാക്കയും തൂറി അങ്ങനെയൊക്കെ കാണുമ്പം സങ്കടം ഉണ്ടാകും മലയാളികൾക്ക്. കാരണം ഒരു നാളിൽ ചിരിപ്പിച്ച് അകന്നു പോയ നമ്മുടെ സലീമേട്ടന് ഈ അവസ്ഥ ഉണ്ടായല്ലോ എന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഓരോ വീടാണെങ്കിൽ അതെന്നും വൃത്തിയോടെ സൂക്ഷിക്കുകയും ചെയ്യും. സാധാരണക്കാരൻ എപ്പം ആ വീടിൻ്റെ അവിടെ ചെന്നാലും സലീമേട്ടൻ്റെ പദ്ധതി, അല്ലെങ്കിൽ സലീമേട്ടൻ്റെ പേര് കൊടുക്കുമ്പോൾ ആ വീട്ടിൽ ഓർക്കുകയും ചെയ്യും. ആ നിമിഷം സലീമേട്ടൻ്റെ പേര് വരും. അല്ലാതെ സ്മാരകം സലീമേട്ടൻ്റെ പേരിൽ നിർമ്മിച്ച് 1 കോടി അവിടെ സത്യം പറഞ്ഞാൽ വേസ്റ്റാക്കുകയാണ്. കാരണം അവിടെ കാക്കയും തൂറി പിന്നെ ആരും തൂത്തും തുടയ്ക്കാനും ഇല്ല. ആ സ്മാരകം തനി സ്മാരകമായിട്ട് അങ്ങ് പോകും, സലീമേട്ടൻ്റെ ഫേസും പോകും. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്നത് സാധാരണക്കാരനിലേക്ക് ആ പൈസ എത്തിക്കുക എന്നുള്ളതാണ്. അത് സലീമേട്ടൻ്റെ പേരിൽ തന്നെ എത്തിക്കുക. കാരണം ചിരിച്ചും ചിന്തിപ്പിച്ചും കളിപ്പിച്ചും ഇപ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രൂപങ്ങളുണ്ട് സലീമേട്ടൻ്റെ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് കല്യാണരാമൻ സിനിമയിലെ ഒരു രംഗമാണ്. അപ്പോൾ അതുപോലെ ചിരിപ്പിച്ച ഒരു മനുഷ്യനെ കാക്ക തൂറിയ ഒരു ശിലാസ്ഥാപനമാക്കി മാറ്റരുത്, ഒരു സ്മാരകമാക്കി തന്നെ മാറ്റരുത്. അതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സലീമേട്ടൻ ഫൗണ്ടേഷൻ, അല്ലെ സലീമേട്ടൻ്റെ ആ ഫണ്ട് വിനിയോഗിച്ച് എന്ത് ചെയ്യുന്നു അത് സലീമേട്ടൻ്റെ മുദ്രയിൽ തന്നെ വേണം, സലീമേട്ടൻ്റെ പേരിൽ തന്നെ അറിയപ്പെടണം. അതാണ് ആ മനുഷ്യൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ഒരു കാര്യം അത് ചെയ്യുമ്പോഴാണ്. കാരണം സാധാരണക്കാരൻ്റെ കണ്ണ് നിറയുന്ന, കാണാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ കൂടിയായിരുന്നു സലീമേട്ടൻ പബ്ലിസിറ്റിയോടെ ആർക്കും ഒരു സഹായം ചെയ്തതായി എനിക്കറിയില്ല. പക്ഷേ ആ മനുഷ്യൻ ഒരുപാട് പേർക്ക് സഹായം ചെയ്തതായി എനിക്കറിയാം. അതുകൊണ്ടാണ് ആ മരണസമയത്ത്, അല്ലെ ആ മരിച്ച് അടക്ക സമയത്ത് അവിടെ ഒരുപാട് പേർ അവിടെ എത്തിയത്. സിനിമാ രംഗത്ത് നിന്നെത്തിയവർ വളരെ ചുരുക്കമാണ്, പക്ഷേ അവിടെ എത്തേണ്ട സാധാരണക്കാരനാണ്. കാരണം സലീമേട്ടനെ ഒരു നോക്ക് അവസാനമായി കാണാനെത്തിയ സാധാരണക്കാരാണ് കൂടുതലും അവിടെ എത്തിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സലീമേട്ടൻ്റെ ജനമനസ്സിൽ എന്തോ ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ എനിക്ക് നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, അവസാന കാലത്ത് അല്ലെങ്കിൽ മേലാത്ത സമയത്ത് പോലും നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് പാർട്ടിയെ പോലെ 500 പാർട്ടികളായി വേർതിരിയാതെ സലീമേട്ടൻ്റെ പേര് ഒറ്റ ശിലയിൽ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നും ജനമനസ്സുകളിൽ നിലനിൽക്കണമെങ്കിൽ
പുള്ളിക്കാരൻ അഭിനയിച്ച സിനിമ തന്നെ ധാരാളം, നമ്മളെ ചിരിപ്പിച്ച ആ ചിരി തന്നെ ധാരാളം. ആ മനുഷ്യൻ്റെ പേര് കളയുവാൻ വേണ്ടി ഒരു സ്മാരകമായി നിലനിർത്തരുത് ഒരിക്കലും. ഒന്നെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആ ഫണ്ട് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം, ഒന്നുമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം, ഇല്ലെങ്കിൽ അനാഥാലയങ്ങൾ, ഇല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ആ ഫണ്ട് വിനിയോഗിക്കുക. അത് സലീമേട്ടൻ്റെ പേരിൽ തന്നെ. അല്ലാതെ ഒരു സ്മാരകം പണിത്, ഒരു ശിലാസ്ഥാപനം ഇട്ട് ഒരു സ്മാരകം പണിത് സലീമേട്ടന് വേണ്ടി കൊടുത്തിട്ട് ആ മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും സന്തോഷിക്കാൻ പോകുന്നില്ല. കാരണം ആ മനുഷ്യനെ നമ്മൾ മലയാളികൾക്കെല്ലാം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ആത്മാവ് അത് ശപിക്കുകയുള്ളൂ. പാവങ്ങളിലേക്ക് എത്തട്ടെ ആ പൈസ, സലീമേട്ടൻ്റെ പേരിൽ തന്നെ. ചിരി പടർത്തിയ സലീമേട്ടന് നമ്മുടെ നാട് കൊടുക്കുന്ന അംഗീകാരമാവണം ഓരോ സന്തോഷ വാർത്തയും. എൻ്റെ അപേക്ഷയാണ്, എൻ്റെ ഒരഭിപ്രായമാണ്. സലീമേട്ടൻ്റെ ഫണ്ട് ഒരു സ്മാരകമായി മാറാതെ പാവപ്പെട്ടങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതിന് സാധിക്കും ഈ സർക്കാരിൻ്റെ ഒപ്പം, ജനങ്ങൾക്കൊപ്പം എന്നും സലീമേട്ടനും ഇനിയും ഓർമ്മകളിൽ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ. ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.